നമ്മുടെ ജോലിക്കുട്ടി ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ജോലിക്കുട്ടി ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാളിവിടെ കാത്തിക്കണ്ടേ, കാണിച്ചു തരാം കേട്ടോ ആരാന്ന്. ജോലിക്കുട്ടി ഇപ്പോൾ ഇവിടെ തന്നെയാട്ടോ, എവിടേക്കും പോകില്ല. അതാ ഇവിടെ വലിയ കുഴി കുഴിച്ചിട്ടുണ്ട്, എന്നിട്ട് അവിടെ കിടന്നുറങ്ങുകയാണ്. ജോലിക്കുട്ടിയെ കാണുന്ന ചിണ്ടൻകുഞ്ഞ് ക്ഷീണിച്ചു പോയെന്ന് എല്ലാവരും പറഞ്ഞു. ശരിയാണ്, വല്ലാണ്ട് ക്ഷീണിച്ചു. വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെള്ളം കുടിക്കുന്നുണ്ട് ഇപ്പോൾ താനെ. ഈ ചിണ്ടൻകുഞ്ഞിൻ്റെ പാവക്കുട്ടിയെ നമ്മൾ കഴുകി സുന്ദരനാക്കി ചെളി പിടിപ്പിച്ച് വെച്ചേക്കായിരുന്നു. പിന്നെ അവൻ്റെ തുണിയെല്ലാം ഇന്ന് അലക്കിയിട്ടു. അവന് അസുഖം വന്നതല്ലേ, അപ്പം എല്ലാം കഴുകി വൃത്തിയാക്കി വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി വെച്ചേക്കാം കേട്ടോ. ഈ പാവക്കുട്ടിയെ കണ്ടോ, ചിൻ്റെ പ്രിയപ്പെട്ട പാവക്കുട്ടിയായിട്ടത്. കുഞ്ഞിൻ്റെ പാവക്കുട്ടി കുഞ്ഞിൻ്റെ പാവക്കുട്ടി കഴുകി സുന്ദരനാക്കി കണ്ടോ. മോൻ്റെ പാവക്കുട്ടിയെ കഴുകി സുന്ദരനാക്കി കണ്ട. ഈ പാവക്കുട്ടി ഇടിക്കുകയാണ്. അവിടെ താഴെ വീഴും. ഇവിടെ മുകളിലേക്ക് വെക്കാം. കയറിക്കോ, ഇവിടെ കയറൂ, നിങ്ങൾ കയറിക്കോളൂ. ഇവിടെ പൊന്നാണ്ടി താഴെ തന്നെ ഇറങ്ങില്ല കേട്ടോ. എന്നെ വിളിക്കും, കരയും, എന്നെ താഴെ ഇറക്കൂ. അത്രയ്ക്കും ആരോഗ്യമില്ല, ഒക്കെ ക്ഷീണിച്ചു, വല്ലാണ്ട് ക്ഷീണിച്ചു കുട്ടി. എന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, നിങ്ങളെ എല്ലാവരുടെയും സ്നേഹം കൊണ്ട് എൻ്റെ കുഞ്ഞ് സുന്ദരനായി കണ്ടോ. ഒരു കുഞ്ഞ് സുന്ദരനായി. മാറിയുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു. കുറേ അധികം കഴിക്കണില്ല കേട്ടോ, കുറച്ച് കഴിക്കുന്നുണ്ട്. മിടുക്കനായി. ഇതേ പാവക്കുട്ടി ഇടിച്ച് കളിക്കണം. സുന്ദര, ഇത് എല്ലാവരോടും പറയൂ. ഹായ് പറയൂ. ചുക്കു കളിച്ചോളൂ. ഇതാ വൃത്തിയാക്കിയിട്ട് ഇനി അഴുക്കാക്കരുത് കേട്ടോ. ഇനി കളിച്ചോടി, കുഞ്ഞിൻ്റെ പാവക്കുട്ടി എടുത്ത് കളിച്ചോടി വരും.